നമസ്കാരം, ഗാലറി ഓഫ് നാച്ചറിലേക്ക് സ്വാഗതം. ഞാൻ സുമേഷ് കോട്ടൂർ. ഞാൻ നിൽക്കുന്നത് കോട്ടയപ്പൻകാവ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് മുന്നിലെ വെയിറ്റ് ഷെഡിലാണ്. അപ്പോൾ ഇതെവിടെയാണെന്ന് ചോദിക്കുകയല്ലേ? പാലോട് നിന്നും ഭരതന്നൂർ വഴി കല്ലറ പോകുന്ന വഴിക്ക് സുമതി വളവിന് സമീപത്തായിട്ട് മൈലമൂട് എന്ന ജംഗ്ഷനുണ്ട്. അതിന് സമീപത്ത് ഏകദേശം ഒരു 200 മീറ്റർ മൈലമൂടിൽ നിന്ന് മാറിയിട്ടാണ് ഈ കോട്ടയപ്പൻകാവ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം റോഡ് അരികിലായിട്ട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഈ വീഡിയോയിൽ വരാൻ കാരണം, ഇവിടെ മൈലമൂട് നിന്നും ഒരു ഇടവഴി പോകുന്ന വഴിക്ക് പഴയൊരു ഇരുമ്പ് പാലം ഉണ്ടെന്ന് പറയപ്പെടുന്നു. ഇതുവരെ വന്നപ്പോൾ അറിഞ്ഞതാണ്, ഇതുവരെ പോയിട്ടില്ല. ഇപ്പോൾ കാണാൻ നല്ല രസമുണ്ട്, ഭംഗിയുള്ള സ്ഥലമാണ്. പഴയ ഒരു ഇരുമ്പ് നടപ്പാലം. അപ്പോൾ അതിൻ്റെ കൂടെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. ഏതായാലും പ്രകൃതി ഭംഗിയായിട്ടുള്ള സ്ഥലമായതുകൊണ്ട് ഉറപ്പായിട്ടും നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തോന്നി. നമുക്കേതായാലും പോയി കണ്ടു നോക്കാം. തിരുവനന്തപുരം ജില്ലയിൽ പാങ്ങോട് ഗ്രാമപഞ്ചായത്തിൽ പാങ്ങോട് പാലോട് റോഡിലുള്ള ഒരു ഉൾനാടൻ വനപ്രദേശമാണ് മൈലമൂട്. പാലോട് റിസർവോയറിൻ്റെ കീഴിലാണ് ജനസാന്ദ്രത കുറഞ്ഞ ഈ പ്രദേശം. 1939 വാമനപുരം ആറിന് കുറുകെ നിർമ്മിച്ച ഭരതന്നൂരിനെയും പാലോടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഇരുമ്പ് പാലം ഇവിടെ ഉണ്ടായിരുന്നു. അത് പുതുക്കി പണിയുന്ന സമയത്ത് കാൽനട യാത്രയ്ക്കായി നിർമ്മിച്ചതാണ് ഇന്ന് ഈ കാണാൻ പോകുന്ന ഇരുമ്പ് പാലം. മൈലമൂട് പ്രദേശത്തെ ഒരേ ഒരു ക്ഷേത്രമാണ് കോട്ടയപ്പൻകാവ് ക്ഷേത്രം. മൈലമൂട് നിന്നും പാലോടിലേക്കുള്ള യാത്രയിലാണ് സുമതിയെ കൊന്ന വളവ് സ്ഥിതി ചെയ്യുന്നത്. മൈലമൂട് ഇരുമ്പ് പാലം എന്നാണ് അറിയപ്പെടുന്നത്. 2002 ഇത് നിർമ്മിച്ചത്. കേരള സർക്കാർ ആ റോഡിൻ്റെ ആ കാണുന്ന പാലമാണ്. ആ പാലത്തിൻ്റെ പണി നടക്കുന്ന സമയത്ത് ആൾക്കാർക്ക് തൽക്കാലം നടന്നു പോകാൻ വേണ്ടിയാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇതെല്ലാം തുരുമ്പിച്ച് ദ്രവിച്ച് പോയി. മറ്റേ പാലം സ്ട്രോങ് ആണ്, പക്ഷേ അടിയിലത്തെ ആ പ്ലാറ്റ്ഫോം എല്ലാം പോയി. അപ്പോൾ ഇത് ഇവിടെ താമസിക്കുന്ന അനിൽ എന്നാണ് പേര്. ഇത് കുറച്ചങ്ങോട്ട് പോകുമ്പോൾ ആണ് പുള്ളിയുടെ വീട്. സെറ്റിൽമെന്റ് ആണല്ലേ? ആദിവാസി സെറ്റിൽമെന്റ് ആണ്. ആദിവാസി സെറ്റിൽമെന്റിലെ ആളാണ്. ആ സെറ്റിൽമെന്റിന്റെ പേരെന്താണ്? സെറ്റിൽമെന്റ് ചെട്ടിയെ കൊന്ന കയം. മൈലമൂട് ചെട്ടിയെ കൊന്ന കയം എന്നാണ്. മൈലമൂട് ചെട്ടിയെ കൊന്ന കയം എന്നാണ് അറിയപ്പെടുന്നത്. അതിനൊരു വെറൈറ്റി ഉണ്ട്. അതിന്റെ കാര്യം നമുക്ക് പിന്നെ ചോദിക്കാം. ഇതിനെക്കുറിച്ച് അറിയാന്നുള്ള കാര്യം എന്താണ് സംഭവം? പാലം പൊളിഞ്ഞു കിടന്നപ്പോൾ താൽക്കാലികമായിട്ട് ആൾക്കാർക്ക് സഞ്ചരിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചതാണ്. പിന്നെ 2 വീലറൊക്കെ കയറി പോകുമായിരുന്നു. പിന്നെ അങ്ങനെ ആൾ സഞ്ചാരം ഇല്ലാതായപ്പോൾ കൊമ്പുകളും മരങ്ങളും വെള്ളമൊക്കെ വന്ന് പാളങ്ങൾ ദ്രവിച്ചു. എന്നാലും ഇതിൽ തൽക്കാലം നമ്മൾ വെള്ളം കയറുമ്പോൾ നമ്മൾ ഇതിൽ നടന്ന് അക്കരെ കയറി പിടിച്ചൊക്കെ പോകും. അപ്പോൾ ഈ സ്ഥലത്തിന് വേറൊരു പ്രത്യേകതയുണ്ട്. പിന്നെ തൊട്ടപ്പുറത്താണ് സുമതി വളവ്. സുമതിയെ കൊന്ന വളവ് എന്നാണ് അറിയപ്പെടുന്നത്.
ഇത് ഈ കാണുന്ന ചിറ്റാറാണ്. ചിറ്റാറ് കുറച്ച് ദൂരം അപ്പുറത്ത് ചെന്നിട്ട് അവിടെ ഒരു മീൻമുട്ടി വെള്ളച്ചാട്ടമുണ്ട്. അത് മുമ്പ് അവിടെ ആൾക്കാർക്ക് കാണാൻ അലൗഡായിരുന്നു. KSEBയുടെ ഒരു പവർ പ്രോജക്റ്റ് എന്തോ തുടങ്ങിയിട്ടുണ്ട്. അതിനുശേഷം അങ്ങോട്ട് സന്ദർശകർക്ക് അലൗഡല്ല. അവിടെ ചെന്ന് വാമനപുര നദിയായിട്ട് ചേർന്നാണ് പിന്നെ ഒരുമിച്ച് അങ്ങോട്ട് ഒഴുകുന്നത്. അപ്പോൾ ഏതായാലും മൈലമൂട് ഇരുമ്പ് പാലത്തിൻ്റെ കാഴ്ചകൾ നിങ്ങൾ കണ്ടു കാണും. ഇതിലേ പോകുന്നവർ ഈ ഒരു പഴയ ഇരുമ്പ് പാലം കൂടി ഒന്ന് കാണുക. മനോഹരമായിട്ടുള്ള സ്ഥലമാണ്, ഒരു ശാന്തതയുണ്ട്. ഈ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ ഏതായാലും ഇതിൻ്റെ കമൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ മറ്റൊരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞ് ആ കാഴ്ച അടുത്ത വീഡിയോയിൽ കാണാം.